വീടിന് മുൻപിലായി വണ്ടി നിർത്തി ദേവിയും വിച്ചുവും അകത്തേക്ക് കയറി. ദാസനാണ് അവർക്ക് വാതിൽ തുറന്നു കൊടുത്തത്. അകത്ത് കയറിയ വിച്ചു ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവരെ കണ്ട് ഒരു നിമിഷമൊന്ന് നിന്നു. നിങ്ങളെന്താ ഇവിടെ? രാധികയോട് വർത്താനം പറയുന്ന ലതയെയും വർഷയെയും നോക്കിയാണ് അവൻ ചോദിച്ചത്. നീ വിളിച്ച് വൈകുമെന്ന് പറഞ്ഞു വെച്ചതിന് പുറകെ ഹരി വിളിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ. നീ വരുമ്പോൾ ഒന്നിച്ചു പോകാമെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പെണ്ണ് അവിടെ നിർത്തുന്നുണ്ടായിരുന്നില്ല എന്നെ. അതെന്തായാലും നന്നായി. വാച്ച്മാനും ഇല്ലല്ലോ ഇപ്പോൾ. എന്നാ പിന്നെ നമുക്കിറങ്ങാം. അതെന്ത് പോക്കാടാ? കുറച്ചു നേരം ഇവിടെ ഇരിക്കേ. സ്റ്റെയർ ഇറങ്ങി വന്ന് ദർശൻ പറഞ്ഞു. അതെ ആൻറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ട പരിപ്പോടയും മുളക് ബജിയും ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷ പറയുന്നത് കേട്ട് വിച്ചു രാധികയെ നോക്കി. ഉച്ചയ്ക്ക് ദർശൻ വന്നപ്പോൾ പറഞ്ഞു മോന് പരിപ്പടയും മുളക് ബജിയും ഒക്കെ ഇഷ്ടമാണെന്ന്. എന്നാ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ വരുമ്പോൾ കഴിക്കാലോ എന്ന് വിചാരിച്ചു. അവനോടത് ആമിയാകും പറഞ്ഞിട്ടുണ്ടാകുക എന്ന് വിച്ചുവിന് ഉറപ്പായിരുന്നു. മെല്ലെ വയറിലൊന്ന് തടവിക്കൊണ്ട് അവൻ ദേവിയെ നോക്കി. അമ്മ, ബ്ലോക്കിൽ വെയിറ്റ് ചെയ്ത് മതിയായപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിരുന്നു. ഓ, അത് സാരല്ല. എന്നാൽ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോഴേക്കും അതങ്ങ് ദഹിച്ചോളും. ഒരു പരിഹാരം കണ്ടെത്തിയതുപോലെ ദർശൻ പറഞ്ഞു. അയ്യോ, നമ്മൾ വണ്ടിയിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം എടുത്തില്ലല്ലോ. ആ, അപ്പോൾ നിങ്ങൾ ചെടിയൊക്കെ വാങ്ങിച്ചോ? ആ, വിച്ചുവേട്ടൻ വാങ്ങിത്തന്നു. ഏട്ടാ, ആ കാശ് വിച്ചുവേട്ടന് ഇട്ട് കൊടുക്കണേ. ഓ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ചെടി എന്തെങ്കിലും വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങാൻ മറന്നു എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അതിൻ്റെ കാശ് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞപ്പോഴാണ് ചെടി വാങ്ങാൻ സമ്മതിച്ചത്. അതെന്താ മോളെ, അവൻ വാങ്ങിത്തരുന്നതിന് മോൾക്കിത്ര മടി? ദർശനോ ഹരിയോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മോൾക്ക് എന്തൊക്കെ ചെയ്തു തരുമായിരുന്നു. അതെല്ലാം ഇവനും ചെയ്തു തരും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടല്ലേ മോൾക്കൊപ്പം ഇവനെ വിട്ടത്. ദേവി ചമ്മലോടെ ലതയെ ഒന്ന് നോക്കി ചിരിച്ചു. ആൻറ്റി പേടിക്കണ്ട, ആ കാശ് എന്തായാലും ഞാനിവന് കൊടുക്കാനൊന്നും പോകുന്നില്ല. അവൻ പറയുന്നത് കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. പിന്നെയും കുറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് വൈകിയാണ് വിച്ചുവും കുടുംബവും അവിടെ നിന്നിറങ്ങിയത്. പിറ്റേ ദിവസം ഓഫീസിലിരിക്കുകയായിരുന്നു ദർശൻ. ഉച്ചയ്ക്ക് ശേഷം 1-2 സൈറ്റുകളിൽ പോകേണ്ടതുള്ളതിനാൽ അത്യാവശ്യം അയക്കേണ്ട മെയിലുകളും ചെയ്യേണ്ട വർക്കുകളുമെല്ലാം ചെയ്തു തീർക്കുകയായിരുന്നു അവൻ. മേ ഐ കമിൻ? യെസ്. അഭിരാമിയാണെന്ന് മനസ്സിലായതും ഇല്ലാത്ത ഗൗരവവും മുഖത്തണിഞ്ഞ അവനൊന്ന് നിവർന്നിരുന്നു. എന്താ? കുന്തം, ആമി മനസ്സിൽ പറഞ്ഞു. എന്താണെന്നാ ചോദിച്ചത്? ഇന്നലെ 2 പേരെ ഇവിടുന്ന് പറഞ്ഞയച്ചതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അയ്യോ, അതങ്ങനെ ഭവതി പറഞ്ഞറിയേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നലത്തെ യാത്ര എങ്ങനെയായിരുന്നു എന്ന്. അവൾ ചുമ്മാ തന്നെ കാണാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വന്നതാകുമെന്ന് കരുതി ദർശൻ പറഞ്ഞു. അറിഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതി. വേണ്ടെങ്കിൽ വേണ്ട. അവൾ പോകുവാൻ എഴുന്നേറ്റു. അല്ല, എന്തറിഞ്ഞെന്നാ? അവർ ഇന്നലെ പോയ വിശേഷങ്ങൾ. അത് നീ എങ്ങനെ അറിഞ്ഞു? ഇന്നലെ രാത്രി വിച്ചുവേട്ടൻ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി വിച്ചുവേട്ടനെ ഫോണിൽ വിളിച്ചിരുന്നു. അതിന് അവരിന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞല്ലോ. 11 മണിയല്ലേ കഴിഞ്ഞുള്ളൂ. 12ഉം 1 മണിയും 2 മണിയും ഒക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാ ഞാൻ ഇന്നലെ രാത്രി വർഷയ്ക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ചുവേട്ടൻ കിടക്കാൻ പോകുമ്പോൾ എന്നോട് പറയണമെന്ന്. ഒരു 11:45 കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ ഞാൻ വിച്ചുവേട്ടനെ വിളിച്ചു. രാത്രി 12 മണിക്ക് നീ അവനെ വിളിച്ചെന്നോ? എന്താ, രാത്രി ഞാനൊരു അന്യപുരുഷനെ വിളിച്ചെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നോ? കണ്ണൊക്കെ മിഴിച്ച് എന്തോ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നത് പോലെ അവൾ ചോദിച്ചു. എന്തിന്? ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഒരു മനുഷ്യൻ രാവിലെ തൊട്ട് രാത്രി വരെ ഡ്രൈവിങ്ങും യാത്രയുമായി ബുദ്ധിമുട്ടി. അപ്പോൾ അയാളെ പാതിരാത്രി വിളിച്ച് സംസാരിക്കാൻ നിനക്ക് മനസാക്ഷിയില്ലേ എന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. ഓ, അതാണോ? അവൾ വേറെന്തോ പ്രതീക്ഷിച്ചെന്ന പോലെ പറഞ്ഞു. ഒന്ന് നിർത്തിയിട്ട് ആമി പിന്നെയും തുടർന്നു. ആവശ്യക്കാരന് ഔചിത്യമില്ല. എനിക്കത് പണ്ടേയില്ല. അതെനിക്കറിയാം. എന്നിട്ട് അവനെന്താ പറഞ്ഞത്? അവരെ ഇന്നലെ ബ്ലോക്കിൽ പെട്ടിട്ടൊന്നല്ല വൈകിയത്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നേരിട്ട് പറയേണ്ടതാണെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ദേവിക്കാകെ വിഷമമായി. അങ്ങനെ വിച്ചുവേട്ടൻ പറഞ്ഞു
മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞാൽ വിഷമം മാറുമെന്ന്. ഏട്ടനും ഏട്ടൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾക്കും തോന്നി എല്ലാം ഒന്ന് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന്. അങ്ങനെ അങ്ങനെ അവൾ അവളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ മുഴുവൻ വിച്ചുവേട്ടനോട് പറഞ്ഞു. അവൾ വിച്ചുവിനോട് സംസാരിച്ചോ എല്ലാം? ദർശനത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർക്കേ പരസ്പരം താങ്ങും തണലുമാകാൻ കഴിയൂ എന്ന്. ആമി പറഞ്ഞത് ശരിയാണെന്ന് അന്നേരം അവനും തോന്നി. ദേവിയുടെ സങ്കടം കേൾക്കാൻ വരെ ആളുകളായി. പാവം, നമ്മുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കാൻ ഇവിടെ ആരും ഇല്ലേ? മുകളിലേക്ക് നോക്കി ദൈവത്തോട് പറയുന്നത് പോലെ അവൾ പറഞ്ഞു. ഇടയ്ക്ക് ഇടം കണ്ണിട്ട് ദർശനയും നോക്കി. പുറത്ത് നമ്മുടെ പ്യൂൺചേട്ടൻ നിൽപ്പുണ്ട്. നീ അയാളെ മാറ്റി നിർത്തി നിന്റെ ഉള്ളിലുള്ള സങ്കടം മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി. അതിനുള്ള കാശ് കൂടി ശമ്പളത്തിനൊപ്പം ഞാൻ കൂട്ടിക്കൊടുത്തോളാം. അവൻ്റെ മറുപടി കേട്ട് അവൾ പല്ലുകൾ പരസ്പരം ഉരച്ച് ദേഷ്യം തീർത്തു. ജാടത്തെണ്ടി, ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും ഒരു നന്ദി പോലുമില്ല. മോള് നന്ദി പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഞാനൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയിരുന്ന് ചെയ്തോളാം. ഇപ്പോൾ ഇവിടെ എല്ലാ സ്റ്റാഫുകളും അവരുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും ഇനി നിന്നെ ഏൽപ്പിച്ചിട്ട് വേണം എല്ലാം തലകീഴായി മറിയാൻ. അതുകൊണ്ട് തന്നിരിക്കുന്ന റൂമിൽ പോയിരുന്ന് റെസ്റ്റ് എടുക്ക്. അതായിരിക്കും ഈ കമ്പനിക്കും എനിക്കും നല്ലത്. ടേബിളിലിരുന്ന ഫയലെടുത്ത് ശക്തമായി ഒന്ന് അടിച്ച് അവൾ പോകാനായി എഴുന്നേറ്റു. സത്യത്തിൽ അവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവൾക്ക് ദേഷ്യം വരുന്നത് കാണാൻ. അതുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞ് അവൻ പിന്നെയും പിന്നെയും പെണ്ണിനെ ദേഷ്യം പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് നിന്നേ, എനിക്ക് ഒരു കാര്യം കൂടി ചോദിച്ചറിയാനുണ്ട്. എന്താ, എന്നെ അപമാനിച്ച് തീർന്നില്ലേ? ദേഷ്യം തീരാത്തതുപോലെ അവൾ പറഞ്ഞു. നിന്റെ കസിനില്ലേ കാർത്തിക, ഇന്നലെ വന്ന കുട്ടി, അത് നിന്റെ ആരാ? എൻ്റെ അമ്മാവൻ്റെ മോള്, അതായത് അമ്മയുടെ ആങ്ങളയുടെ മോള്. എന്താ ചോദിച്ചേ? അത് പിന്നെ ആ കുട്ടി ഇവിടെ വന്നപ്പോൾ നിഖിലും ഉണ്ടായിരുന്നല്ലോ. ആ കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എവിടെയോ കണ്ടു പരിചയമുണ്ടെന്ന്. എവിടെയെങ്കിലും വെച്ച് കണ്ടു പരിചയമുണ്ടാകും. ആള് ഈ നാട്ടുകാരി തന്നെയാ. പക്ഷേ അന്ന് ഇൻ്റർവ്യൂ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ആള് പറഞ്ഞത് തൃശ്ശൂരാണെന്നാണല്ലോ. ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ഇവിടെ തന്നെയാണ്. ജോലി കിട്ടിയപ്പോൾ തൃശ്ശൂർക്ക് പോയി. ആരൊക്കെയുണ്ട് ആൾക്ക്? അവൻ പതിയെ വിഷയത്തിലേക്ക് കടന്നു. ചേച്ചിയുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ ഈ അടുത്തും. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു വിഷാദഭാവം കൈവന്നു. അച്ഛൻ മരിച്ചോ? ദർശൻ അതൊരു പുതിയ അറിവായിരുന്നു. അതെ, 6 മാസങ്ങൾക്ക് മുൻപ്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ആർക്കൊപ്പമാണ്? തൃശ്ശൂരായിരുന്നപ്പോൾ സ്വാതിയുടെ അച്ഛനില്ലേ ഉണ്ണിയച്ഛൻ്റെ തറവാട്ടിലാണ് നിന്നത്. അവർക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ മാത്യു സാറിനോടെല്ലാം പറഞ്ഞു റെഡിയാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ചേച്ചി ഇങ്ങോട്ടേക്ക് ജോലി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും കിട്ടി എന്ന് പറഞ്ഞപ്പോഴും ഈ കമ്പനിയിലാണെന്ന് എനിക്കും സ്വാതിക്കും അറിയണ്ടായിരുന്നില്ല. ഉണ്ണിയച്ഛൻ അറിയാമെന്ന് തോന്നുന്നു. ആള് സർപ്രൈസായി വെച്ചതായിരിക്കും. അല്ല, ആളുടെ കല്യാണമൊന്നും ആയില്ലേ? ഇല്ല, അവിടെ ഉണ്ണിയച്ഛൻ്റെ തറവാട്ടിലായിരുന്നപ്പോൾ അവർ കുറേ ശ്രമിച്ചതാ, ചേച്ചി സമ്മതിച്ചില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുടെ ലൈഫിൽ. പിന്നെ ഇനിയും ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ ചിലപ്പോൾ ആൾ തനിച്ചായി പോകുമെന്നൊരു പേടി എല്ലാവർക്കും തോന്നിയപ്പോഴാണ് ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞത്. അവരിങ്ങോട്ട് വിളിപ്പിച്ചതും. അതാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാലോ. അപ്പോഴും ദർശൻ്റെ മനസ്സിൽ നിഖിൽ പറഞ്ഞ പോലെ മുറച്ചെറുക്കനുമായുള്ള കല്യാണത്തിൻ്റെ വിഷയമായിരുന്നു കിടന്നിരുന്നത്. ലൈഫിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ലവ് ഫെയിലിയറോ അങ്ങനെ വല്ലതും ആണോ? അത് പിന്നെ പറയടോ. തനിക്കറിയാമല്ലോ, ഇവിടെ ഒരു പുതിയ സ്റ്റാഫ് വന്നു ചേരുമ്പോൾ ഒരു പുതിയ അംഗം കുടുംബത്തിൽ വന്നു ചേരുന്നത് പോലെയാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും സഹായിക്കാന്നേ. ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് ആമി പറഞ്ഞു തുടങ്ങി. കാർത്തുവും അവളുടെ മുറച്ചെറുക്കനുമായി പ്രണയത്തിലായതും പിന്നീട് വേറൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ സ്വത്തും പണവും ഒന്നുമില്ലാത്ത അവളെ വേണ്ടെന്ന് വെച്ച് ആ പെൺകുട്ടിക്ക് പുറകെ പോയ കാര്യങ്ങളെല്ലാം അമ്പിയാണ് ആ ആളെന്ന് മാത്രം അവൾ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആൺകുട്ടികൾക്കെല്ലാം ഇതുതന്നെയാണോ പണി? ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് പിന്നെ അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതും. ദേഷ്യം അടക്കാൻ വയ്യാതെ ദർശൻ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ വഞ്ചിച്ച ആ ആള് ആരാണെന്ന് ദർശേട്ടൻ അറിയണോ? അറിഞ്ഞിട്ടെന്തിനാ? അയാൾ വേറെ പെണ്ണിനെ കെട്ടിയില്ലേ? അയാള് ആ പെണ്ണിനെയും കെട്ടിയില്ല. അമ്പിയേട്ടനാണ് ആ മുറച്ചെറുക്കൻ.
ഒന്ന് നിർത്തിയതിനു ശേഷം അവൾ പണ്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ അവനോട് തുറന്നു പറഞ്ഞു. സത്യത്തിൽ ദേവിയെപ്പോലെ തന്നെ, ഒരുപക്ഷെ ദേവിയേക്കാൾ അധികം എൻ്റെ ഏട്ടൻ കാരണം വിഷമിച്ച ഒരു പെണ്ണാണ് കാർത്തുവേച്ചിയും. ഈ ശാപമെല്ലാം ഏട്ടൻ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കറിയില്ല. ശരി, ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് സമയം സംസാരിച്ചു, പോട്ടെ. ആമി. എഴുന്നേറ്റു പോകാനായി തിരിഞ്ഞു നിന്നവൾ അവനൊന്ന് നോക്കി. ഞാൻ തന്നോട് പറഞ്ഞത് കള്ളാണ്. നിഖിലിന് ആ കുട്ടിയെ എവിടെയോ വെച്ച് കണ്ട് പരിചയമല്ല. പിന്നെ തുടർന്ന് അവൻ നിഖിലിൻ്റെ വല്യമ്മച്ചിയുടെ വീടിനരികിൽ കാർത്തിക താമസിക്കാൻ വന്നത് മുതൽ അവനറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ ആ കുട്ടിയെ ഇവിടെ വെച്ച് അവനും തീരെ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു ഷോക്കിലാണ് അവൻ. ദർശേട്ടൻ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണോ? എൻ്റെ കാർത്തുവേച്ചിയെ നിഖിലേട്ടന് ഒത്തിരി ഇഷ്ടമാണോ? ഇപ്പോഴും മറന്നെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ മരിക്കുന്നതിന് മുൻപ് അവൻ്റെ കല്യാണം കാണാൻ സാധിക്കണമെന്ന് വല്യമ്മച്ചി പറഞ്ഞിട്ടും ഒരു വിവാഹത്തിന് അവൻ സമ്മതിക്കാത്തത്. ആമി കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു നിന്നു. ഇങ്ങനെയൊരു ബന്ധത്തിന് നിഖിലേട്ടൻ്റെ വീട്ടിലുള്ളവർ സമ്മതിക്കൂ? മാത്യു അങ്കിൾക്കും ആൻറ്റിക്കും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നു. കാർത്തുവും അച്ഛനും ഇവിടുന്ന് പോയതിനു ശേഷമാണ് വല്യമ്മച്ചി കാര്യങ്ങൾ അറിഞ്ഞത്. എന്നാലും അവർക്ക് ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ. ഇങ്ങനെയൊരു പ്രശ്നം ഇടയ്ക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ വിവാഹത്തിന് അവർ സമ്മതിച്ചേനെ. എന്നാ പിന്നെ ഇനിയും ആലോചിച്ചുകൂടെ ഇങ്ങനെയൊരു കാര്യം? ഉത്സാഹത്തോടെ ആമി ചോദിച്ചു. അതെങ്ങനെയാണ്? നിഖി ആ കുട്ടിയെ കല്യാണം കഴിഞ്ഞെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും. ഇനി ആ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഇങ്ങനെയൊരു കാര്യം പോലും അതിനറിയില്ല. അതൊക്കെ നമുക്ക് സമ്മതിപ്പിച്ചെടുക്കാം. പക്ഷേ എല്ലാം റെഡിയായി വന്നാൽ എൻ്റെ കാർത്തുവേച്ചിയുടെ മനസ്സ് മാറുമ്പോൾ വീട്ടുകാരുടെ എതിർപ്പ് സമുദായത്തിൻ്റെ എതിർപ്പ് എന്നൊന്നും പറഞ്ഞു വന്നേക്കരുത്. ഇനിയും അതിനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് അകത്തേക്ക് വരാവോ? തലമാത്രം അകത്തേക്കിട്ട് നോക്കിക്കൊണ്ട് നിഖിൽ ചോദിച്ചു. ഇങ്ങ് കയറിപ്പോര്. അവൻ പറഞ്ഞ അതേ ഈണത്തിൽ തന്നെ ദർശന് മറുപടി കൊടുത്തു. അല്ല മോളെ, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. നിനക്ക് ഈ ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? ഫുൾ ടൈം ഇതിൻ്റെ അകത്താണല്ലോ. ഇയാളുടെ മടിയിലൊന്നും കയറിയിട്ടല്ലല്ലോ ഞാൻ ഇരിക്കുന്നത്. പിന്നെ എന്താ? ഉത്തരമൊക്കെ പിന്നെ റെഡിമെയ്ഡായിട്ട് കയ്യിലുള്ളത് കൊണ്ട് പേടിക്കണ്ട. അവൾ പറഞ്ഞ മറുപടി കേട്ട് അവളെ പുച്ഛിച്ചുകൊണ്ട് അവനും തിരിച്ചു പറഞ്ഞു. ദേ ദർശേട്ടാ, കുറച്ചു നേരം മുൻപ് ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുക. ഇത് ശരിയാവില്ല. ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞിട്ട് ആമി അവിടെ ടേബിളിന് മുകളിലായി കയറിയിരുന്നു. ദർശേട്ടാ എന്ന് വിളിച്ചിട്ട് അധികാരത്തോടെ ടേബിളിൽ കയറിയിരുന്നിട്ടും അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നിഖിലിന് സംശയമായി. ദേഷ്യപ്പെടേണ്ട കാര്യങ്ങൾ അല്ലായിരുന്നിട്ട് കൂടി ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ അവളോട് ദേഷ്യപ്പെടുന്നതാണ് നിഖിലും ഇന്നും കണ്ടിട്ടുള്ളത്. അതൊക്കെ വെറുതെയാണെന്ന് അവനും അറിയാം. അവൻ ദർശനെയും അവളുടെ ആ ഇരിപ്പിനെയും മാറി മാറി നോക്കി. നിഖിലേട്ടാ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവായിരിക്കും. അതെന്താ? കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്നില്ലേ എൻ്റെ കസിൻ? കാർത്തുവേച്ചിക്ക് കല്യാണമാണ്. കല്യാണോ? അതെ, അതിൻ്റെ കുറച്ച് തിരക്കൊക്കെയുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ദർശേട്ടനോട് പറയുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ദർശേട്ടൻ പറഞ്ഞത് നിഖിലേട്ടൻ്റെ വല്യമ്മച്ചിയുടെ വീടിനടുത്താണ് കാർത്തുവേച്ചി താമസിച്ചിരുന്നു എന്നത്. ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന രീതിയിൽ ദർശൻ അവളെ നോക്കി. ആ അതെ, വല്യമ്മച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അവൻ താമസിച്ചിരുന്നത്. കാർത്തുവിൻ്റെ കല്യാണം എന്താ ഇത്രയും വൈകിയത്? അന്ന് കണ്ടപ്പോൾ സുരേഷ് അങ്കിൾ പറഞ്ഞത് ഉടനെ വിവാഹം ഉണ്ടാകുമെന്നാണല്ലോ. തപ്പിത്തടഞ്ഞ് അവൻ ചോദിച്ചു. ചെറിയൊരു പ്രശ്നമുണ്ട്, അതാ വിവാഹം വൈകുന്നത്. എന്ത് പ്രശ്നം? ചെക്കനെ കിട്ടിയിട്ടില്ല, അത് തന്നെയാ പ്രശ്നം. കൊള്ളാവുന്ന വല്ല ചെക്കന്മാരും ഉണ്ടാകുമോ? വളരെ നിഷ്കളങ്കമായ ഭാവത്തോടെയാണ് ആമി അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവളുടെ ആ സംസാരവും അത് കേട്ട് അന്തിച്ചു നിൽക്കുന്ന നിഖിലിനെ കണ്ടിട്ടുമെല്ലാം ദർശന് ചിരി വരുന്നുണ്ടായിരുന്നു. ഒന്ന് മതിയാക്കേണ്ട ആമി. നിഖിൽ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയാം. ആമി പറഞ്ഞറിഞ്ഞ കാര്യങ്ങളെല്ലാം ദർശൻ നിഖിലിനോട് പങ്കുവെച്ചു. അതിൻ്റെയൊപ്പം ആമി അപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അവൻ പറഞ്ഞു. അമ്പിയോട് അന്നേരം അവനും ഒരുപാട് ദേഷ്യം തോന്നി. അതേസമയം കാർത്തുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള സന്തോഷത്തിലായിരുന്നു അവൻ. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു ഇത്രയും നാളും എൻ്റെ ഉള്ളിൽ. ഇനിയത് വേണ്ടല്ലോ. അവൾ ഇപ്പോഴും ആർക്കും സ്വന്തമല്ലല്ലോ. എത്ര വേണമെങ്കിലും എനിക്ക് ഇനിയും സ്വപ്നം കാണാം, അല്ലേടാ? കണ്ണൊക്കെ നിറഞ്ഞ പതർച്ചയോടുകൂടിയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിഖിലേട്ടൻ സീരിയലിൽ വല്ലതും അഭിനയിക്കുന്നുണ്ടോ? നല്ല ഭാവാഭിനയം. അതെ, അവിടെ ഉണ്ണിയച്ഛൻ ഇപ്പോൾ തന്നെ ചേച്ചിക്ക് കല്യാണാലോചനകൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചേച്ചിയെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകും. പിന്നെ
മാനസമയിലെ പാടി നടക്കേണ്ടി വരും. അതുകൊണ്ട് ചേച്ചിയുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനുള്ള വഴികൾ നമുക്ക് ആലോചിക്കാം. അതിന് നിന്റെ അത്രയും കുരുട്ടുബുദ്ധി ഞങ്ങൾക്കില്ലല്ലോ. അതെ, ഇല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ച് കുറച്ച് ഐഡിയകൾ പറഞ്ഞു തരാം. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. കൊള്ളാമെങ്കിൽ നോക്കാം. ഇപ്പോൾ താൻ പോയി പണിയെടുക്ക്. അല്ലെങ്കിലും കാര്യം കഴിയുമ്പോൾ ഞാൻ കറിവേപ്പില ആണല്ലോ. ദേഷ്യത്തോടെ രണ്ടുപേരെയും ഒന്ന് നോക്കി അവൾ അവിടെ നിന്നും പോയി. എന്താടാ ഇത്? അവൾ പറഞ്ഞത് ശരിയല്ലേ? ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ടാണ് അവൾ സംസാരിച്ചത്. എന്നിട്ട് നീ എന്താ അങ്ങനെ പറഞ്ഞത്? എടാ, അവൾ ഇവിടെ ഇരുന്നാൽ പിന്നെയും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. പകരം അവൾക്ക് നമ്മൾ ഒരു പണി കൊടുത്ത് വിട്ടാൽ ആ പണി ചെയ്തെങ്കിലും അവൾ അവിടെ ഇരുന്ന് ഐഡിയകൾ ആലോചിച്ചെടുത്തോളും. എടാ ഭയങ്കര, ഒരു മറുപടി പോലും കൊടുക്കാൻ പറ്റാതായി പോയി നിഖിലിന്. ദർശൻ്റെ ക്യാബിനിൽ നിന്ന് ആമി തൻ്റെ ക്യാബിനിലേക്ക് വന്നപ്പോൾ സ്വാതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവളാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമായിരുന്നു. എന്താടി, മുഖം ഒരു കൊട്ടയ്ക്കുണ്ടല്ലോ. ഇന്നാ നിന്റെ കിൻഡർ ജോയ്. കയ്യിലിരുന്ന കിൻഡർ ജോയ് ആമിക്കടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ സ്വാതി പറഞ്ഞു. ഹായ്, ഇതെപ്പോൾ വാങ്ങി? പിന്നെ നിനക്കിത് വാങ്ങിത്തരലല്ലേ എൻ്റെ പണി. നിന്റെ പിറക്കാതെ പോയ ആങ്ങളെ കൊണ്ടുവന്ന് തന്നിട്ട് പോയതാ, നിനക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ആര്? സുഭാഷേട്ടനോ? കുഭാഷേട്ടൻ തന്നെ. അവളുടെ ദേഷ്യം പിടിച്ച മുഖമാകെ കണ്ട് ആമിയൊന്ന് ചിരിച്ചു. എന്താടാ നിന്റെ പ്രശ്നം? എല്ലാവരോടും സംസാരിക്കാനും വിശേഷം ചോദിക്കാനും എല്ലാം അയാൾക്ക് സമയമുണ്ട്. എന്നോട് 2 വാക്ക് മിണ്ടിക്കൂടാ. ഇന്നാ, ഇത് ആമിക്ക് വാങ്ങിയതാ, അവൾക്ക് കൊടുത്തേക്ക്. അത്രമാത്രം പറഞ്ഞിട്ട് പോയി. 2 വാക്ക് എന്നോടൊന്ന് സംസാരിച്ചൂടെ? അവൾക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് ആമിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ശ്രുതിയും അവിടേക്ക് വന്നു. സ്വാതിയുടെ മുഖം കണ്ടപ്പോൾ അവളും ആദ്യമൊന്ന് നോക്കി. പിന്നെ സുഭാഷ് വന്നത് അവളും അറിഞ്ഞതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവൾ ഊഹിച്ചു. എടി പൊട്ടി, നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഈ ചോക്ലേറ്റ് എനിക്ക് തരാനായിരുന്നുവെങ്കിൽ ഇത് അവിടെ കൊണ്ടുവന്ന് തന്നാൽ പോരായിരുന്നില്ലേ? നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ആള് വന്നത്. പിന്നെ ഇവള് പറഞ്ഞതുപോലെ ആൾക്ക് പേടിയാ. നമുക്കത് മാറ്റിക്കെടുക്കാം. നീയൊരു കാര്യം ചെയ്, നാളത്തേക്കൊരു ലീവ് പറ. അതെന്തിനാ? നീ പറ. കാര്യങ്ങളൊക്കെ ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് പറയാം. ശ്രുതി, ദാസച്ചൻ്റെ പരിചയത്തിലുള്ള ആരോ അല്ലേ സുഭാഷേട്ടനെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ? അതെ, ആദ്യം വേറൊരു ഡോക്ടറായിരുന്നു. പിന്നെ സാറ് വഴിയാ ഈ ഡോക്ടറെ കാണിച്ചത്. ഈ ഡോക്ടർ ഒരുപാട് സഹായങ്ങളും ചെയ്തു. വേഗം ഓപ്പറേഷനുള്ള കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു. നീ വൈകുന്നേരം ഏട്ടൻ്റെ മെഡിക്കൽ റിപ്പോർട്ടായിട്ട് അങ്ങോട്ടേക്ക് വരണം. അതൊക്കെ എന്തിനാടി? പറയാം. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആമി പറഞ്ഞു.